السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി തന്നെ നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് ഏറെ മഹത്തരമായ അറിവിന്റെ സദസ്സിലാണ്. അറിവിന്റെ സദസ്സിൽ അതിൻ്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി വളരെ നിഷ്കളങ്കമായി സംസാരം ശ്രവിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും റബ്ബിൻ്റെ അടുക്കൽ ഈ ഒരു ഇരുത്തത്തിന് പ്രതിഫലം രേഖപ്പെടുത്തുക. രണ്ടാമതായി, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സദസ്സിനെ കുറിച്ച് പറയാറുള്ളത്, ഈ സദസ്സിലിരുന്ന അറിവിന്റെ സദസ്സിലിരുന്ന ഒരാളും ഒരു വ്യക്തിയും ദൗർഭാഗ്യവാനായി പോവുകയില്ല എന്ന്. നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് ജീവജാലങ്ങൾ പാപമോചനത്തെ തേടുന്നുണ്ട്. നമ്മുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഇബാദത്തിലാണ് നമ്മൾ ഉള്ളത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വറസു അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. തീർച്ചയായും ഉലമാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കളിൽ നിന്ന് അനന്തരമെടുക്കുന്നവരാണ് ഉലമാക്കൾ. തീർച്ചയായും അമ്പിയാക്കൾ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അമ്പിയാക്കൾ ഒരിക്കലും ബാക്കി വെച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല. ഒരുപാട് പണം അമ്പിയാക്കൾ ആരും തന്നെ ഒരു നബിയും ബാക്കി വെച്ചു പോയിട്ടില്ല. മറിച്ച് അവർ ബാക്കി വെച്ചു പോയത് അറിവാണ്. വഹീന്റെ അറിവാണ് അവർ ബാക്കി വെച്ചു പോയത്. അതിനെ ആ അറിവിനെ ഏറ്റെടുത്തവരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഉലമാക്കൾ പറയാറുള്ളത് പോലെ, മൻ തലബൽ ഇൽമ ലിയുഹ്യിയ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീന വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ. ഒരു പ്രവാചകന് ശേഷം, നുബുവത്തിന് ശേഷം ഏറ്റവും ഉന്നതമായ ദറജ അത് പണ്ഡിതന്മാർ കരസ്ഥമാക്കിയ ദറജയാണ്. അതായത് നബിയായതിനു ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദറജ അതൊരു പണ്ഡിതനാവുക, ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി പഠിക്കുക, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് നബുവത്തിന് ശേഷം ഏറ്റവും ഉത്തമമായ ദൗത്യം. അതുകൊണ്ട് തന്നെ അത്തരം പണ്ഡിതന്മാരെ അറിഞ്ഞിരിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുക എന്നത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈമാനിന്റെ മാധുര്യവും ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കുവാനും യഥാർത്ഥ പണ്ഡിതന്മാരുടെ ജീവിതം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇടയ്ക്കിടെ നമ്മൾ അത്തരം ചരിത്രങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഈമാൻ വളരെയധികം ദുർബലപ്പെട്ടു പോകുന്ന, നിമിഷങ്ങൾക്കകം ഈമാൻ മാറി മറിയുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ മുഅ്മിനായ ഒരു വ്യക്തി ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ, അതല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഏതൊരു ഈമാനിലാണോ ഉണ്ടായത് ആ ഈമാനിലല്ല വൈകുന്നേരം എത്തുമ്പോൾ അവൻ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും അവരുടെ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ തുലനപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. ആദ്യമായി ഒരു ചോദ്യം എന്നോണം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആധുനികന്മാരായ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു 100 വർഷത്തിന്റെ ഇടയിൽ കഴിഞ്ഞുപോയ
ഒരു 10 പണ്ഡിതന്മാരുടെ പേര് പറയാൻ സാധിക്കും എന്ന് പറയുന്ന ആളുകൾ ഒന്ന് കൈവക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരുന്നു. കഴിഞ്ഞുപോയ ഈ നൂറ്റാണ്ടിലെ കഴിഞ്ഞുപോയ ഉലമാക്കൾ, ആ ഉലമാക്കളുടെ 10 ഉലമാക്കളുടെ പേര് എണ്ണി പറയാൻ സാധിക്കുമെന്നുള്ള ആളുകൾ കൈവക്കണം. ആകെ ഒരാളുള്ളൂ. ഇനി അത് പോട്ടെ, ആധുനികര് വേണ്ട. മൊത്തത്തിൽ ഒരു 10 ഉലമാക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റും, കഴിഞ്ഞു പോയതും ഒക്കെ, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു 10 പണ്ഡിതന്മാരുടെ പേര് പറയാൻ പറ്റും എന്നുള്ള ആളുകൾ 2 ആളുകളാണ്. അതായത് നമ്മളിതില് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളത്. നമ്മുടെ അറിവിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത് ഒരു 400കളിലും 500കളിലൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ സദസ്സിലിരിക്കുന്ന കുട്ടികൾ എഴുന്നേറ്റ് പറയും, എനിക്ക് ഇമാം ഷാഫിഈ ആകണം, എനിക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആകണം, എനിക്ക് ഇമാം അബൂ ഹനീഫ ആകണം എന്ന് അവർ പറയുമായിരുന്നു. കാരണം കുട്ടികൾക്ക്, ആ കാലത്തെ കുട്ടികൾക്ക് ലഭിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു തർബിയത്തായിരുന്നു. പക്ഷേ ഇവിടെ ഈ സദസ്സിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മറുപടി നേരെ തിരിച്ചായിരിക്കും. പല നമ്മൾ പോലും കേൾക്കാത്ത ചില ഇൻഫ്ലുവൻസർമാരുടെ പേരുകൾ പറയും, സിനിമാ നടന്മാരുടെ പേരുകൾ പറയും, ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ പറയും, ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ പറയും. എന്നാൽ സ്വഹാബത്തിന്റെ പേര് ചോദിച്ചാലോ അതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ കുറിച്ച് ചോദിച്ചാലോ അതറിയില്ല. അപ്പൊ അവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ നമ്മളാണ്. അവർക്ക് അറിവിനെ കുറിച്ചും ഉലമാക്കളെ കുറിച്ചും അവർ സഞ്ചരിച്ച പാതയെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. എന്നാൽ നമുക്ക് എന്തില്ല, അറിവുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കറിയില്ല. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അള്ളാഹു പറഞ്ഞു വെക്കുന്നത്, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് ഏറ്റവും ഖൈറായത്, ആഖിറത്താണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്ന്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത് എന്ന്. ശരിക്കും അത് സത്യമാണ്. നമുക്കിങ്ങനെ തോന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കുകയാണെന്ന്. ഒരു 2 പ്രബോധനത്തിന്റെ മീറ്റിങ്ങുകളും അതല്ല എങ്കിൽ കുറച്ചൊക്കെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുകയാണെന്ന് നമ്മൾ ആഖിറത്തിന് വേണ്ടി നിത്യവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല ആളുകളും ദുനിയാവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ മിക്ക സമയവും നമ്മൾ ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ്. നമ്മൾ കുട്ടികളോട് കൊടുക്കുന്ന ഉപദേശങ്ങൾ അധികവും ദുനിയാവിയായ ഉപദേശങ്ങളാണ്, പരീക്ഷ ആയിക്കഴിഞ്ഞാൽ പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചു നിത്യവും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ മോനോട് അവന്റെ ഖുർആൻ പാരായണത്തെ കുറിച്ച് നമ്മൾ ചോദിക്കും, അവന്റെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ചോദിക്കും, ഒരു ചോദ്യം തരില്ല അവൻ ഇതുവരെ കേട്ടിട്ടുണ്ടാവുന്നു. നമ്മുടെ അടുക്കൽ നിന്ന് പിതാവ് എന്ന നിലക്ക്, മാതാവ് എന്ന നിലക്ക് ഒരു പരീക്ഷ വരുമ്പോൾ എത്രത്തോളം ഗൗരവത്തിൽ കാണാറുണ്ടോ ആ ഒരു ഗൗരവത്തിൽ ദീനീപരമായ വിഷയങ്ങൾ നമ്മൾ കാണാറില്ല എന്നാണ്. ഒരു മകൻ ഉമ്മയോട് പറഞ്ഞു, പരീക്ഷ ഉണ്ട്, 10 മണിക്കാണ് പരീക്ഷ, എന്നെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കടന്നുറങ്ങി, 8 മണിക്ക് കടന്നുറങ്ങിയതാണ്. ഓൻ എഴുന്നേൽക്കുന്നത് പരീക്ഷന്റെ സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. പരീക്ഷന്റെ സമയം കഴിഞ്ഞിട്ടാണ് ഓൻ എഴുന്നേറ്റത്. അപ്പോ ഓന്മാരോട് ദേഷ്യപ്പെട്ടു, എന്നെന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചിട്ട്. എന്നെന്തുകൊണ്ട് ഉമ്മ വിളിച്ചില്ല? അപ്പൊ ഉമ്മ പറയുന്നൊരു മറുപടി ഉണ്ട്. ഉമ്മ പറയുന്നത്, നീ ആഖിറത്തിന്റെ പരീക്ഷയിൽ നീ തോറ്റിട്ടുണ്ട്. സുബഹി നിസ്കാരത്തെ വിളിച്ചപ്പോൾ നീ എന്ത് ചെയ്തിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല. ഇനി നീ ദുനിയാവിന്റെ പരീക്ഷ എഴുതിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? വിജയിക്കേണ്ട ആഖിറത്തിലെ പരീക്ഷക്ക് നീ തയ്യാറെടുക്കുവാനോ അതിനുവേണ്ടി ഒരുങ്ങാനോ തയ്യാറില്ല. അതേ സമയത്ത് ദുനിയാവിലൊരു പരീക്ഷ വരുമ്പോൾ അതിന് പ്രാമുഖ്യം നൽകി അതാണ് ഇല്ല എന്ന് നീ എന്ത് ചെയ്യാണ്, നിന്റെ മനസ്സിൽ കരുതുകയാണെന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അവരോട് പെരുമാറുന്നിടത്ത്, അവരോട് സംസാരിക്കുന്നിടത്ത് അവരുടെ മനസ്സിൽ കയറേണ്ട ഒരു വലിയ ആശയം, എൻ്റെ ഉപ്പ അതല്ലെങ്കിൽ എൻ്റെ ഉമ്മ, അവർക്ക് ദീനിനോടാണ് അതിയായ താല്പര്യം, ദുനിയാവിനോടല്ല എന്ന ഒരു സന്ദേശം നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ മൂലം, നമ്മുടെ സംസാരം മൂലം എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രവേശിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അറിവിന്റെ കുറവും ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് എന്നും ഉലമാക്കളുടെ ജീവിതത്തെ അടുത്തറിയേണ്ടതുണ്ട് എന്നതിനെയും ആസ്പദമാക്കിക്കൊണ്ടാണ്
ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു സദസ്സ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ കുറിച്ചാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുക. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 1330 നജ്ദ് തലസ്ഥാനമായ റിയാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എല്ലാ പണ്ഡിതന്മാരെയും പോലെ അദ്ദേഹം ഖുർആൻ പഠിച്ചുകൊണ്ട് തുടങ്ങുകയും ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുകയും പിന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ഏറ്റെടുത്തത്. ഉമ്മ ഏറ്റെടുത്തു. അങ്ങനെ ഹിജറ 1346 അദ്ദേഹത്തിന്റെ കണ്ണിന് രോഗം ബാധിച്ചു. അതായത് 16-ാമത്തെ വയസ്സിൽ കണ്ണിന് രോഗം ബാധിച്ചു. 20-ാമത്തെ വയസ്സിൽ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു. 20-ാമത്തെ വയസ്സിൽ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് അതേ രൂപത്തിലാണ് അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോയത്. ആ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയാണ് പിന്നീട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് മാറുന്നത്. സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായി മാറുന്നത് ഈ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയാണ്. എങ്ങനെ അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, ദീനിനോടുള്ള താല്പര്യം, സുന്നത്തിനോടുള്ള അതിയായ കണിശത, അതാണ് അദ്ദേഹത്തെ ആ സ്ഥാനം വരെയും എത്തിച്ചത് എന്നുള്ളതാണ്. നബിയെ താങ്കളുടെ സൽകീർത്തി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉയർത്തുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യനെ അള്ളാഹു ഉയർത്തുക അവന്റെ സുന്നത്തിനോടുള്ള ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ടാണ്, അവന്റെ സുന്നത്തിനോടുള്ള കണിശതയെ പരിഗണിച്ചുകൊണ്ടാണ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരെ പരിഗണിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അറിവ് സ്വീകരിക്കുന്ന ഏതൊക്കെ ശിഷ്യന്മാരുണ്ടോ അതെല്ലാം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതായത് കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി ലോകത്തുണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ്. അദ്ദേഹത്തിനോളം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സൗദി അറേബ്യയിൽ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അബ്ബാദ് അൽ ബദർ, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ഷെയ്ഖ് ഇബ്നു ബാസ്. അത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വലിയ നേട്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഈ നേട്ടത്തിന് അർഹനാണെന്നുള്ളത് ബോധ്യപ്പെടും. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അറിവിനോട് അങ്ങേയറ്റത്തെ താല്പര്യനായിരുന്നു, അതിയായ താല്പര്യം. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിന്റെ താല്പര്യത്തെ അളക്കാൻ സാധിക്കുകയില്ല എന്ന്. അദ്ദേഹത്തിന്റെ കാലിന് നല്ല രോഗം ബാധിച്ചിട്ടുണ്ട് കാലിന്. അങ്ങനെ ഡോക്ടർ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയും അദ്ദേഹം അതിന് ഉത്തരം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറാണ് ചികിത്സിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ 1 മണിക്കൂർ കാത്തു നിൽക്കണം. 1 മണിക്കൂർ. അപ്പൊ അദ്ദേഹത്തിന് ബാധിച്ച രോഗം, അദ്ദേഹത്തിന്റെ കാലിനെന്തിന്റെ രോഗമുണ്ട്, അതുപോലും അദ്ദേഹം എന്ത് ചെയ്യാണ്? മറന്നു പോവുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും മാധുര്യം അറിവിലുണ്ട് എന്നാണ്. അത്രയും മാധുര്യമുണ്ട്. എത്ര തേടിയാലും നമുക്ക് എന്ത് ചെയ്യൂല, മതി വരൂല, വയറ് നിറയില്ല എന്നാണ്. അങ്ങനെയായിരുന്നു അറിവ് എന്നത് ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു രോഗം ബാധിക്കാം. സ്വാഭാവികമായിട്ടും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കാം? നമ്മളൊക്കെ ഒക്കെ നിർത്തി വെക്കും. എന്തെങ്കിലും ആരെങ്കിലും ക്ലാസ്സിന് വിളിച്ചാൽ പറയും പനിയാണ്, തീരെ വയ്യ. രോഗം ഇല്ലെങ്കിൽ എന്താ പറയാ? വേറെ വല്ല കാരണമായിരിക്കും പലപ്പോഴും പറയാറുള്ളത്. അങ്ങനെ രോഗം ബാധിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനോട് ഡോക്ടർ പറഞ്ഞു വായിക്കാൻ പറ്റൂല, ഗവേഷണം നടത്താൻ പറ്റൂല, ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല, ഒക്കെ എന്ത് ചെയ്യണം? നിർത്തി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് തിരിച്ചു ചോദിക്കാണ്, അല്ല ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, ഒരാൾക്ക് സന്തോഷമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അതിന് വർധനമുണ്ടാവൂലേ, ആരോഗ്യം മെച്ചപ്പെടൂലേ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതേ ശരിയാണ്, ആരോഗ്യത്തിന് എന്ത് ചെയ്യും? നല്ല ഒരു സമാധാനം ഉണ്ടാകും, ആരോഗ്യം മെച്ചപ്പെടുന്നു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മറുപടി കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അറിവ് തേടുക. എനിക്ക് അത് തേടുമ്പോൾ എന്തുണ്ട്? വല്ലാത്ത മനസ്സമാധാനം. അത് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത മനസ്സും കിട്ടും. അതുകൊണ്ട് ഞാൻ അറിവ് പഠിക്കുകയും ഗവേഷണത്തിന് പോവുകയും ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു,
ഇത് നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞു. അത്രയും അധികം അറിവിന് വേണ്ടി ജീവിച്ച മനുഷ്യന്മാരാണ് ഈ പറയുന്ന ഉലമാക്കൾ. അതുപോലെയായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ്. 1 മണിക്കൂറോളം ഡോക്ടർ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. കാരണം അത്രത്തോളം മാധുര്യം അതിലുണ്ട് എന്നുള്ളതാണ്. വല്ലാത്ത മധുരം അറിവിനുണ്ട്. പക്ഷെ അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം എന്നുള്ളതാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈമാനിന് മാധുര്യമുണ്ട്. ആ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കണം. ആ മാധുര്യം നുകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വീണ്ടും ഈമാനിലേക്ക് കയറാനുള്ള വലിയ ഒരു തോതായിട്ട് അത് മാറുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും അവൻ ഏറെ ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനെയും ആ പഠിപ്പിച്ചതിനെ മുന്തിക്കുകയും അതിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വെച്ച് പുലർത്തുമ്പോഴാണ് ഒരാളുടെ ഈമാൻ, അതിന്റെ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കുക. നമ്മൾ എത്ര കാലങ്ങളായി ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഈമാനിന് മാധുര്യം ഉണ്ടോ എന്നാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, തോന്നുന്നത്. അതായത് നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള പഴം, അതിനേക്കാളുമെല്ലാം അപ്പുറമാണ് ഈമാൻ ഒരാൾക്ക് നൽകുന്ന മാധുര്യം, ഇസ്ലാം ഒരാൾക്ക് നൽകുന്ന മാധുര്യം. ഒരു മനുഷ്യൻ അദ്ദേഹം ഹറാമിലൂടെ മുങ്ങിക്കുളിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ എല്ലാം ഒഴിവാക്കി, എല്ലാ ഹറാമും ഒഴിവാക്കി, ഒരു ഹറാമും ഒഴിവാക്കിയിട്ടില്ല, ഒക്കെ ഒഴിവാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാം. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, എനിക്കില്ലാത്തൊന്നുമില്ല, എനിക്ക് പണമുണ്ട്, ആളുകൾക്കിടയിൽ എനിക്ക് സ്ഥാനമാനമുണ്ട്, ഉന്നതമായ കാറുകളും വീടുകളും എല്ലാം എനിക്ക് ലഭ്യമാണ്, സ്ത്രീകളടക്കം എനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ഞാൻ ഒഴിവാക്കി, അള്ളാന്റെ മാർഗത്തിൽ എല്ലാം ഞാൻ ഒഴിവാക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഷഹാദത്ത് ചൊല്ലുമ്പോൾ എനിക്കുണ്ടായ ഒരു മാധുര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അത് പറയുമ്പോൾ എനിക്കുണ്ടായ മാധുര്യം, അത് എന്റെ ജീവിതകാലത്തിൽ ഒരു ഹറാമ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ദീനിന് വല്ലാത്ത ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം നുകരണമെങ്കിൽ, ആ ആസ്വാദനം അടുത്തറിയണമെങ്കിൽ ആത്മാർത്ഥമായി, അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഈ ദീന് പഠിക്കുകയും ദീന് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാറ്റം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ നമ്മെക്കുറിച്ച് വിലയിരുത്തേണ്ടത് 2 ആഴ്ചകൾ അതല്ലെങ്കിൽ 1 മാസം, ഈ കഴിഞ്ഞ 1 മാസത്തിൽ ദീനിനെ കുറിച്ച് എന്തൊക്കെ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ സാധിച്ചു, പുതുതായി എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ അറിവിന്റെ മേഖലയിൽ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാരണത്തിലൊന്നാണ്, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് അതത് പള്ളിയിൽ നിത്യവും അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അങ്ങനെ ഇടവിട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. കാരണം നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് മുന്നിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുൻകൈ എടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒന്നാമത്തെ കേൾവിക്കാരൻ നമ്മളായി മാറും. ബാക്കിയുള്ള ആളുകൾ എത്ര ആളുകൾ കേൾക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്കാണ്. ഒന്നാലോചിച്ചൊക്കെ, നമ്മൾ ഒരു ക്ലാസ് വെക്കുന്നു, അതിനെല്ലാ ആളുകളും വരുന്നു, അവർ കേൾക്കുന്നതിന്റെ പ്രതിഫലത്തിന്റെ ഓഹരിയൊക്കെ നമുക്ക് ലഭിക്കാൻ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ അത് മറന്നുപോയിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾ വെച്ച് പിന്നീടും അതിങ്ങനെ ആവർത്തിച്ച് അതിങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മളത് മറന്നിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കക്കാരനാകാൻ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ ശാഖകളിലാകട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലാകട്ടെ, എവിടെയായിരുന്നാലും ഒരു തുടക്കക്കാരനാകാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ വിജയം. മരിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കുന്നു. അതുകൊണ്ട് അറിവിനെ സ്നേഹിക്കണം, അറിവ് പഠിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണം, അറിവിന് വേണ്ടി നിത്യവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവെ, ഉപകാരപ്രദമായ അറിവ് എന്ത് ചെയ്യണം? എനിക്ക് നൽകണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു ദിവസം പോലും ആ പ്രാർത്ഥിക്കാത്ത നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പാടില്ല. രണ്ടാമതായി, ശൈഖ് ഇബ്നു ബാസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം നല്ലത് വിചാരിക്കുക എന്നുള്ളത്. ആളുകളെ കുറിച്ചും അതേപോലെ തന്നെ കൂട്ടായ്മയെ കുറിച്ചും എപ്പോഴും നല്ലത് വിചാരിക്കുന്ന ഒരാളായി മാറാൻ നമുക്ക് സാധിക്കും.
എന്നാൽ ഇന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനും കുറ്റങ്ങൾ പറയുക, എന്തിനും കുറവുകൾ കണ്ടെത്തുക എന്നിങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലൂടെയാണ് പല മനുഷ്യന്മാരും കടന്നു പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് മലയാളികൾ എന്താണ്, അതിൽ ഒന്നും കൂടി ഉഷാറാണ്. തെറ്റുകൾ പറയാനും കുറ്റങ്ങൾ പറയാനും. ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിക്കുകയാണ്, ഒരു മലയാളിയാണ് അത് കേൾക്കുന്നതെങ്കിൽ എങ്ങനെ കേൾക്കുക? വാക്കുകളിൽ എവിടെ തെറ്റുണ്ട്, ആ പറഞ്ഞ വാക്ക് ഏത് വാക്കായാലും നമ്മുടെ പകരം വെക്കേണ്ടത്, ഏത് ശൈലിയിലാണ് പറഞ്ഞത്, രീതി അത്ര പോരാ, ശബ്ദം പിന്നെ തീരെ പോരാ, വിഷയം എപ്പോഴും പറയുന്ന വിഷയം തന്നെയാണ്. എന്തെന്ത് ചെയ്യും? എല്ലാ രൂപത്തിലും നമ്മൾ മാർക്കിട്ടിട്ടുണ്ട്. അതായത് കേൾക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന കോലത്തിലാണ് മലയാളികൾ കേൾക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ രൂപത്തിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു ദീനീപരമായ ഉപദേശം ചെയ്യൂല, നമ്മുടെ മനസ്സിലേക്ക് കയറൂല. മറിച്ച് ഇഖ്ലാസോടുകൂടി ആ ഖത്തീബ് ഖുതുബയിൽ പറയുന്ന ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ഹദീസ് എന്റെ മനസ്സിലേക്ക് തട്ടണം എന്ന നിയത്തിലാണ് കേൾക്കുന്നതെങ്കിൽ ആര് ഖുതുബ പറഞ്ഞാലും എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലേക്ക് തട്ടും. മറ്റത് നമ്മൾ വ്യക്തികൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുക. അതുകൊണ്ട് തന്നെ കേൾക്കുന്നിടത്ത് നമുക്ക് ഏറ്റവും നല്ലത് വിചാരിക്കുന്ന ഒരാളായി മാറാൻ സാധിക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നതാണ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ ഒരു സിഗരറ്റിന്റെ മണം കണ്ട് അദ്ദേഹം കടന്നു വന്നപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിന് ചുറ്റുമുള്ള ആളുകൾക്ക് അത് അനുഭവപ്പെട്ടു. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്തുള്ള ഒരാൾ എന്ത് ചെയ്തു? ഭയങ്കര ആവേശമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, എന്തോ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, ചെയ്യണം, നല്ലവണ്ണം പറയണം എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിനോട് പറഞ്ഞു. അതില് ഷെയ്ഖ് ഇബ്നു ബാസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉപദേശിച്ചു. പറഞ്ഞ ആളെന്ത് ചെയ്തു? ഉപദേശിച്ചു. അത് സിഗരറ്റ് മണക്കുന്നുണ്ട്, എന്നിട്ടും ഷെയ്ഖ് ഇബ്നു ബാസ് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന വ്യക്തിയോട് പറയാം, ഈ ആവേശത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, സിഗരറ്റ് വലിക്കരുത് എന്ന് പറയണം എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയാണ്, വിധി കൽപ്പിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പാടില്ല? തിടുക്കം കൂട്ടാൻ പാടില്ല, നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് നല്ലത് വിചാരിക്കണം അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേറെ ചില ആളുകൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും. അതിന്റെ മണമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കുറിച്ച് നീ നല്ലത് വിചാരിക്കണം എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെന്താ സംഭവിക്കുന്നത്? നല്ലത് വിചാരിക്കുന്നതിന് പകരം എല്ലാം മോശമായി വിചാരിക്കാനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ 1 മണിക്കൂർ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെ ഒരു 5 മിനിറ്റോ അതല്ലെങ്കിൽ 2 മിനിറ്റോ അതിലെന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് എന്ത് ചെയ്യും? അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ എന്ന് പറയും. ബാക്കി 1 മണിക്കൂർ പറഞ്ഞതോ അത് അദ്ദേഹം ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ബഅദുന്നാസ്, ചില ആളുകൾ, ലാ തറാഹു ഇല്ലാ മുൻതഖിദൻ, എപ്പോഴും നഖ്ദ് ചെയ്യുക, വിമർശിച്ചുകൊണ്ടേയിരിക്കുക, വിമർശനമല്ലാത്ത ഒരു തൊഴിലൊന്നില്ല ചില ആളുകൾക്കില്ല എന്നാണ്. എന്താണ് അവരുടെ അവസ്ഥ? യൻസാ ഹസനാതി തവാഇഫി വൽ അജ്നാസ്, ചില കൂട്ടായ്മകളുടെയും ചില ആളുകളുടെയും എല്ലാം നന്മകൾ മറക്കണം. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും, ആ നന്മ ഒന്നും ഓർക്കണില്ല. എന്നിട്ടോ വയദ്കുറു മസാലിബഹും, അവരുടെ തെറ്റുകൾ ഇങ്ങനെ പറയും, കണ്ടല്ലേ എവിടെ തെറ്റുണ്ട്, പുറത്ത് തെറ്റുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയും. യത്റുകു മൗദിഅൽ ബുർഖി വസ്സലാമ, നല്ല ഒരു കാര്യം കാണൂല, അവിടെ നിൽക്കൂല്ല, അത് കേൾക്കൂല്ല. വയഖഉ അലൽ ജർഹി വൽ അദാ, മറിച്ച് എവിടെ നിൽക്കുക? ഈ പറയുന്ന തെറ്റുകൾ കണ്ടെത്തുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അത് വലിപ്പമാക്കി കാണിക്കുകയും ചെയ്യുന്ന വഹാദാ മിൻ റദാഅത്തി നുഫൂസ്, ഇത് മോശമായ മ്ലേച്ഛമായ നഫ്സിന്റെ അവസ്ഥയാണ്. വഫസാദിൽ മിസാജ്, അദ്ദേഹത്തിന്റെ പ്രകൃതം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശമായിട്ടുണ്ടെന്നാണ്. ഖുർആനിന്റെ കൽപ്പന എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് പറയാണ്, ഇജ്തനിബു കസീറൻ മിനൽ, ഒരുപാട് ഊഹങ്ങളുണ്ട്, ആ ഊഹങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ട് ആരെക്കുറിച്ചും അവനിനി ഏത് അവസ്ഥയിലുള്ള മനുഷ്യനാകട്ടെ, നമ്മുടെ കൂട്ടുകാരനാകട്ടെ, നമ്മുടെ കൂട്ടുകാരനാകാതിരിക്കട്ടെ, നമ്മുടെ ഒപ്പമുള്ള ആളാകട്ടെ, നമ്മുടെ ഒപ്പം ഇല്ലാത്ത ആളാകട്ടെ, ആരെക്കുറിച്ചും ചെയ്യണ്ട, നമ്മൾ ഊഹിക്കണ്ട എന്നുള്ളതാണ്. ഊഹം വളരെ വലിയ തെറ്റാണ്. ഒരുപാട് ബന്ധങ്ങൾ, സുഹൃത്തു ബന്ധങ്ങളാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, നാട്ടിലുള്ള സാമൂഹിക ബന്ധങ്ങളാകട്ടെ, എല്ലാം തകരാനുള്ള കാരണം എന്താ? ഊഹാണ്. എല്ലാം തകരാനുള്ള കാരണം ഊഹാണ്. അതുകൊണ്ട് ഒരാളെ കുറിച്ചും ഊഹിക്കണ്ട. ഊഹം എന്നുള്ളത് വളരെ വലിയ തെറ്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇയ്യാകും വൽവന്ന, നിങ്ങൾ ഊഹത്തെ വെടിയണം. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, ഏറ്റവും വലിയ കളവ് ഊഹമാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും
ഒന്നും നമ്മുടെ നാവിൽ നിന്ന് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നന്മകൾ കാണാൻ നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയും ഭർത്താവിന്റെയും ബന്ധം പറയുന്നിടത്ത് പറയുന്നതാ, അവളിൽ തിന്മകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. നിന്നിൽ എന്തുണ്ടാകാം? മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാകാം. പക്ഷെ നീ എന്താ ചെയ്യേണ്ടത്? നന്മകൾ കാണാൻ നീ പഠിക്കണം, തിരിച്ചറിയണം, നന്മകൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് നന്മകൾ കാണാം എന്നുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മൂന്നാമത്തേത്, സ്ത്രീകളുടെ പഠനത്തെ കുറിച്ച് ഒരിക്കൽ ദുക്തൂർ റുഖിയ ബിൻത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പ്രബോധനത്തിന് ഏർപ്പെടണോ അതല്ല എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഒക്കെയായി അവർക്ക് പഠിപ്പിച്ച് മുന്നോട്ട് പോകണോ എന്നായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ച ചോദ്യം. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, ഇന്ന് സ്ത്രീകൾ അവരുടെ കൂട്ടത്തിൽ പ്രബോധനം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പ്രബോധനത്തിൽ ഏർപ്പെടണം, പ്രബോധനത്തിന് മുന്നേറണം. നീ നിന്റെ കുടുംബത്തിന് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിന്റെ മറ്റു സമയങ്ങൾ പ്രബോധനത്തിൽ ഇറങ്ങണം എന്നുള്ളതാണ്. സ്ത്രീകൾ അവരുടെ ഇടയിൽ തന്നെ പ്രബോധനം ചെയ്യണം എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു കൊടുക്കുക. അതായത് പഠനത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾ പോലും എന്ത് നിൽക്കാൻ പാടില്ല, പിന്തി നിൽക്കാൻ പാടില്ല, അവര് മുന്നിട്ട് നിൽക്കണം. അവരും പഠനത്തിന്റെ വിഷയത്തിൽ അതിശീഘ്രം മുന്നോട്ട് പോകണം എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നാലാമതായി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, എവിടെ ആയിരുന്നാലും ഇസ്ലാമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. എവിടെ പോയാലും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരു 10-15 കൊല്ലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്വഭാവം പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ബസ്സിൽ ഒരാളെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓനോട് തൗഹീദ് പറയും. കാറിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? ഓനോട് തൗഹീദ് പറയും. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിയാർ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ കാറിൽ പോകണം എന്ത് ചെയ്യും? ഓനും കൂടി കയറ്റിയിട്ട് ആ സമയത്ത് എന്ത് ചെയ്യാം? തൗഹീദ് പറയാമെന്ന് വിചാരിച്ചു ഓനും കൂടി കയറ്റിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു കാലം ശരിക്കും പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ വളരെ കണിശമായ നിലപാടെടുത്ത് നമ്മുടെ ആ കണിശമായ നിലപാട് കാരണം ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? മാറി ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്നോ അത് കുഴപ്പമില്ല, ചെയ്യുന്ന ചെയ്തോട്ടെ എന്നൊരു തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞു മാറിയതുമല്ല, മറിച്ച് നമ്മൾ അറിയാതെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിയാതെ നമ്മൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകൾ തൗഹീദില്ലാത്ത ആളുകളുണ്ട്. അവരോട് ഇപ്പൊ നമ്മൾ തൗഹീദിനെ കുറിച്ച് സംസാരിക്കലേ ഇല്ല. എല്ലാം ചോദിക്കും, ചായ കുടിച്ചോ വയ്ക്കും, ചോറ് കഴിച്ചോ വയ്ക്കും, അവരുടെ ദുനിയമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്നാൽ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യൂല, നമ്മൾ സംസാരിക്കൂല. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാത്തതിന്റെ കാരണം എന്താ? കുടുംബബന്ധം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിശ്വാസികൾ എന്താ പറഞ്ഞത്? നീ ഐക്യത്തെ തകർക്കുന്നവനാണ്, നമ്മുടെ കുടുംബബന്ധം ശിഥിലമാക്കുന്നവനാണ് എന്നാണ് ആര് പറഞ്ഞത്? അവിശ്വാസികൾ പറഞ്ഞത്. അതേ മനസ്ഥിതിയാണ് ആർക്കുള്ളത്? നമുക്കുള്ളത്. തൗഹീദ് പറഞ്ഞ ഒരു കുടുംബം ചെയ്യൂല, നശിക്കൂല. ഒരു കുടുംബബന്ധത്തിനും ഒരു പ്രശ്നം തൗഹീദ് പറഞ്ഞാൽ ഉണ്ടാകൂല. മറിച്ച് ആ സമയത്ത് അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? അവർ മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി എല്ലാത്തിനും കൊണ്ട് ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കെതിരെ അവർ തിരിയോ? ഇല്ല. നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്തിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് എന്നുള്ളത് വല്ലാത്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ അത് ആ വലിയ സത്യം, അത്രയും വലിയ മൂല്യവത്തായ ആ തൗഹീദ് എന്നുള്ളത് എൻ്റെ കുടുംബത്തിന് ആളുകൾക്കും ലഭിക്കണം. സമാധാനം എന്നുള്ളത് തൗഹീദാണ്, സന്തോഷം എന്നുള്ളത് തൗഹീദാണ്, സൗന്ദര്യം എന്നുള്ളത് തൗഹീദിലാണുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു കുടുംബക്കാരൻ അത് കിട്ടാതെ പോകരുത് എന്നുള്ള ആത്മാർത്ഥത ചെയ്യണം നമുക്ക് ഉണ്ടാകണം. പല ആളുകൾക്കും ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ ചികിത്സിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസിന് വയ്യാതെയായി കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ല അറബി സംസാരിക്കാൻ, നല്ല സ്ഫുടമായ അറബി സംസാരിക്കാൻ ഈ ബെൽജിയത്തിലെ ഡോക്ടർ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നാണ് അവിടെ വെച്ചുകൊണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാമിൽ ഭയങ്കര സൗന്ദര്യമാണ്, സാഹോദര്യ ബന്ധങ്ങൾ അത് ഉന്നതമാണ്. ഇസ്ലാമിലെ ആദർശങ്ങൾ, ഇസ്ലാമിലെ ആശയം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഒറ്റ ദൈവത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത് എന്നിങ്ങനെ വളരെ മാന്യമായി കൊണ്ട് ചെയ്തു ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിർബന്ധമായി എന്ത് ചെയ്യും? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കും, പഠിച്ചിട്ട് ഞാൻ ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ മാറുകയും ചെയ്യും എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് വാക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പോയത്. അതായത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും പണ്ഡിതന്മാരുടെ ചിന്ത ദീനിനെ കുറിച്ചായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന നേരത്താണ് ഒരാൾ എന്ത് ചെയ്തത്? ഒരു യുവാവായ വ്യക്തി വലിച്ചഴിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത്. ആ സമയത്താണ് തിരുത്തി കൊടുക്കുന്നത്.
സ്വഹാബാക്കളുടെ മാതൃകയായിരുന്നു കഴിഞ്ഞ കാലം, കുറച്ചു കാലം മുമ്പ് പോയ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എവിടെയായിരുന്നാലും വളരെ ലോലമായി അവസ്ഥകൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും. സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്ത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. ഉൾക്കാഴ്ചയോട് കൂടിയിട്ടാണ് ഞാൻ ആരിലേക്ക് ക്ഷണിക്കുന്നത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. സൂറത്തുൽ നഹ്ലിലെ 125-ാമത്തെ ആയത്ത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. എങ്ങനെ ക്ഷണിക്കണം? ബിൽ ഹിക്മ, ഹിക്മത്തോടു കൂടിയാണ് ക്ഷണിക്കേണ്ടത്. എന്താ ഈ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി പറയാം, കുല്ലു അഹദിൻ അലാ ഹസബി ഹാലിഹി വഫഹ്മിഹി വഖൗലിഹി വൻഖിയാദിഹി. അവന്റെ അവസ്ഥ പരിഗണിച്ച്, അവന്റെ ബുദ്ധിയുടെ ഗ്രാഹ്യത പരിഗണിച്ച്, അവൻ മനസ്സിലാക്കാനുള്ള ശേഷി പരിഗണിച്ച്, അവന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രബോധനത്തിന്റെ കാതലായ വശം ഹിക്മത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഹിക്മത്തില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ആ സംസാരം തന്നെ തെറ്റാണ്. ചില ആളുകൾ പറയും, അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്, ഒരു കുഴപ്പമില്ല. സാഹചര്യത്തിൽ പറയേണ്ട വിഷയമല്ല അദ്ദേഹം പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞത് തന്നെ എന്താണ്, തെറ്റാണ്. ആ പറഞ്ഞത് തന്നെ തെറ്റായിട്ടാണ് പരിഗണിക്കേണ്ടത്. സാഹചര്യം പരിഗണിച്ച്, അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു കുട്ടിയോട് പറയുന്നത് പോലെയല്ല ഒരു യുവാവായ വ്യക്തിയോട് പറയേണ്ടത്. ഒരു യുവാവിനോട് പറയേണ്ടത് പോലെയല്ല മുതിർന്ന ആളുകളോട് പറയേണ്ടത്. അതുകൊണ്ട് ഹിക്മത്ത് എന്നത് പ്രബോധനത്തിന്റെ കാതലായ വശം. എന്നിട്ട് പറയാം, ആദ്യം ഹിക്മത്തോടു കൂടി എന്ത് ചെയ്യണം, ക്ഷണിക്കണം, വളരെ ലോലമായി ക്ഷണിക്കണം. രണ്ടാമത്തത് എന്താ, വൽ മൗഇദത്തിൽ ഹസന, വൽ മൗഇദത്തിൽ ഹസന, സദുപദേശം മുഖേന. വൽ മൗഇദത്തുൽ ഹസനയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കൽപ്പനകൾ, നിരോധനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ദഅവത്ത് ചെയ്യണം. ആദ്യം ഹിക്മത്താണ്. ആ ഹിക്മത്തിൽ നടന്നിട്ടില്ല എങ്കിൽ രണ്ടാമത്തതാണ് എന്ത്, ഈ പറയുന്ന കൽപ്പനകളും നിരോധനങ്ങളും. ആ കൽപ്പനകൾ ചെയ്താലുള്ള പ്രതിഫലങ്ങൾ, നിരോധനങ്ങൾ ചെയ്തു കഴിഞ്ഞാലുള്ള കുറ്റങ്ങൾ ഒക്കെ രണ്ടാമതായുള്ളതാണ്. എന്നാൽ ഇന്ന് പല പ്രബോധനന്മാർക്കും അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഹിക്മത്തില്ലാതെയുള്ള സംസാരങ്ങൾ. ഹിക്മത്തില്ലാതെയുള്ള സംസാരങ്ങൾ ഗുണത്തെക്കാളും ഏറെ ദോഷമാണ് ചെയ്യുക. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും മുസ്ലിം ഉമ്മത്തിനെതിരെ അവരുടെ തെറ്റുകൾ ചുഴിഞ്ഞന്വേഷിക്കുന്ന, തെറ്റുകൾക്ക് വേണ്ടി പാത്തും പതിഞ്ഞിരിക്കുകയാണ് ചില ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ വടിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഇസ്ലാമിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാരണത്താൽ ഇസ്ലാം തകർക്കപ്പെടുകയും ഇസ്ലാം വിമർശിക്കപ്പെടുകയും ഇസ്ലാം ആളുകളുടെ മുമ്പിൽ ചെറുതാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം. നമ്മൾ ഉത്തരവാദിയാണ്, നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രബോധനത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറിച്ച് വളരെ യുക്തിയോടുകൂടി, വളരെ സതുപദേശത്തോടുകൂടി പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമതായി ശൈഖ് ഇബ്നു ബാസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം, അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് അങ്ങേയറ്റത്തെ കരുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ കരുതലുണ്ടായിരുന്ന. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ഡോക്ടർ നാസർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചില പ്രശ്നങ്ങൾ പറയാം. മതവിദ്യാർത്ഥികൾക്ക്, മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിങ്ങളൊന്ന് ശരിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ശൈഖ് ഇബ്നു ബാസ് അതിനോട് ഉത്തരം പറഞ്ഞപ്പോ ഡോക്ടർ നാസർ പറയാൻ, എനിക്ക് തോന്നിപ്പോയി എന്നെക്കാളും എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രശ്നം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹം മറുപടി പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ശ്രദ്ധിക്കും അതെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അദ്ദേഹത്തിന്റെ മറുപടിയിൽ തോന്നുന്നത് അദ്ദേഹത്തിന് അത്രയും വിഷമമുണ്ട് ഈ പറയുന്ന മതവിദ്യാർത്ഥികൾക്ക് പ്രയാസം സംഭവിച്ചതിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന്റെയൊക്കെ തോത് എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അതേ സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വായിച്ചെടുക്കാൻ പറ്റണം. എപ്പോഴും പള്ളിക്ക് വരുന്നവരാണ്, ഒരു ദിവസം പള്ളിക്ക് വന്നില്ല, നമ്മൾ ചോദിക്കണം, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്താ എനിക്ക് പറ്റിയത്? എല്ലാ ദിവസവും നമ്മോട് സലാം പറയുന്ന വ്യക്തി സലാം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയി ഡിപ്രഷനിൽ വളരെ വിഷമിച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, എന്താണ് താങ്കൾക്ക് പറ്റിയത്? ഇപ്പോൾ ഇങ്ങനെ അല്ലല്ലോ താങ്കൾ ഉണ്ടാകാറുള്ളത്. അങ്ങനെ ഒരു കരുതൽ ഉണ്ടാകണം. അതാണ് ഇസ്ലാമിന്റെ സാഹോദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ട് ആരുമില്ല, എല്ലാവരും കഴിയൊഴിഞ്ഞോ എന്ന് പറഞ്ഞ് പള്ളിയുടെ മൂലയിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് പോയി സലാം പറഞ്ഞ് കൈ കൊടുത്ത്, എന്താ നിന്റെ പ്രശ്നം,
നമുക്ക് ശരിയാക്കാം, നീ ഒന്ന് പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള സമാധാനം നിങ്ങൾ ആലോചിച്ചു നോക്കി. അവന്റെ ഉള്ളിൽ വല്ലാത്ത സമാധാനം ഉണ്ടാകും. അവൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ പൊട്ടിക്കരയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പെരുമാറ്റം ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ളൊരു പെരുമാറ്റം പ്രത്യേകിച്ചും അത് ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ അവർ സ്കൂളുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇപ്പോഴും ഒരേ അവസ്ഥയിലല്ല അവർ ഉണ്ടാകാറുണ്ട്. നമ്മൾ ചോദിക്കണം, എന്താ അതിന്റെ അവസ്ഥയിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ, ഇത് നമുക്കെന്തില്ല, ഇങ്ങനെ ചോദിക്കാൻ തന്നെ സമയമില്ല. ഇനി ചോദിക്കാൻ സമയം പോകട്ടെ, ഒരു മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പെരുമാറ്റ രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരമുള്ള സാഹോദര്യത്തെ കുറിച്ച് പറയുന്നത് അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അഹാൻ സഹോദരൻ, ആദർശ ബന്ധുവാണ്. ലാ യുദ്രിമുഹു, അവൻ ആക്രമിക്കൂല. പ്രവർത്തനം കൊണ്ട് ആക്രമിക്കൂല, സംസാരം കൊണ്ട് ആക്രമിക്കൂല, നോട്ടം കൊണ്ട് ആക്രമിക്കുകയില്ല. ഇനിയോ വലാ യുസ്ലിമുഹു വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. നമ്മളൊരു സഹോദരനെ സഹായിച്ച അല്ലാഹു ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ സമയത്ത് ഒരു മുസ്ലിമിന്റെ വിഷമം നീക്കിയാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ പ്രയാസത്തെയും നീക്കും. അതുകൊണ്ട് പ്രയാസങ്ങൾ കേൾക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ പ്രയാസങ്ങൾ നമ്മൾ കേൾക്കണം. അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സമയം അതിന് നഷ്ടമല്ല, മറിച്ച് അതൊരു വിവാദത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കാണാൻ പറ്റണം. അതാണ് അഞ്ചാമതായി ഷെയ്ഖ് ഇബ്നുൽ ബാസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണവും. ആറാമതായി അദ്ദേഹം കുടുംബബന്ധം ചേർക്കുന്നതിൽ വളരെ വലിയ കണിശത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഇടക്കിടക്ക് എന്ത് ചെയ്യും, ഓരോ ആളുകളെയും വിളിച്ച്, കുടുംബത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകളെയും ചോദിക്കുന്ന, ഇന്ന വ്യക്തി ഇവിടെ, ഇന്നയാളവിടെ, അവനക്ക് സുഖമാണോ, അവനിപ്പോ എന്താ ചെയ്യുന്നത്, അവന്റെ പഠനത്തിന്റെ അവസ്ഥ എന്താ എന്നിങ്ങനെ ഓരോ ആളുകളെ കുറിച്ച് ചോദിക്കുന്ന. എന്നാൽ നമ്മുടെ അവസ്ഥയോ, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് തന്നെ എന്തെയില്ല, പല ആളുകൾക്കും അറിയില്ല. അതായത് ഈ സ്മാർട്ട് ഫോൺ എന്നുള്ളത് എന്തിനുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം കൂടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഉണ്ടായത് എന്താ, ബന്ധം അകലുകയാണ് ചെയ്തതെന്ന്. ബന്ധം വളരെയധികം അകലുന്ന അവസ്ഥ ഉണ്ടായി. അതായത് കുടുംബത്തിൽ നമുക്ക് ആ കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ ബന്ധം, അതിന്റെ സൗന്ദര്യം വളരെ ഉന്നതമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനെ ജീവിതത്തിന്റെ തിരക്കിൽ ഇങ്ങനെ തിരക്കിട്ട് പോകണം. അതായത് ഈ ഒരു മാസത്തിനിടയിൽ കുടുംബബന്ധം സന്ദർശിക്കണം എന്ന് സുന്നത്താണ് എന്ന് മനസ്സിലാക്കി പോയ എത്ര ആൾക്കാരുണ്ടാകും? കഴിഞ്ഞ മാസം പോയ എത്ര ആൾക്കാരുണ്ടാകും? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ എന്ത് ചെയ്യും, പോകും. അതല്ലാത്ത ഉള്ളൊരു പോക്കുന്നില്ല, നമുക്കില്ല. എന്നാൽ പഴയ കാലത്തെ കുറിച്ച് ഓർത്ത് നോക്കി, ഒരു 10 കൊല്ലം മുമ്പ് ഓർത്ത് നോക്കി, പരിപാടികൾ വളരെ ചുരുക്കാണ് ആ കാലത്ത്. മറിച്ച് നമ്മൾ ലക്ഷ്യം തന്നെ എന്താ, കുറെ ആയില്ലേ അവളെ കണ്ടിട്ട്, എന്റെ അനിയത്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കാണാൻ പോകും. കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നമ്മൾ കാണാൻ പോകും, അല്ലെങ്കിൽ സഹോദരനെ കാണാൻ പോകും, അവരുടെ മക്കളെ കാണാൻ പോകും. അപ്പൊ അന്നത്തെ നമ്മുടെ ലക്ഷ്യം തന്നെ എന്താ, ആ സുന്നത്ത് പാലിക്കണം എന്ന ലക്ഷ്യം കൊണ്ട് നമ്മൾ കാണാൻ പോയിരുന്നു. ആ കാലത്തിന് വല്ലാത്ത ഭംഗിയുണ്ട്. നമ്മൾ ഇന്നും ആ കാലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാചാലരാകും, എന്തോ ഒരു രസമായിരുന്നു ആ കാലം എന്ന് എല്ലാവരും പറയും. പക്ഷെ അതിന് വേണ്ടി നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കും, അതില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്തിൽ വല്ലാത്ത ഭംഗിയുണ്ട്. ആ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക നഷ്ടപ്പെടുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കുറെ പഴയ കാല ചരിത്രത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാധുര്യം നുകരാൻ പറ്റും. എന്തുകൊണ്ട്? റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുകാഫി അല്ല എന്നാണ്. മുകാഫി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അങ്ങനെ പോകുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. മറിച്ച് കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വലകിന്നൽ വാസി അല്ലദി ഇദാ ഖുതിഅത റഹിമുഹു വസലഹ, കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ പോയി സോൾവാക്കും. അവനാണ് എന്ത്, യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അങ്ങോട്ട് പോയി കാണാൻ പോകും. ഇന്ന് സ്നേഹത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ പിശുക്കന്മാരാണ് നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും. ഓന് ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അതിന് അങ്ങോട്ട് സലാം പറയണം. ഓൻ എന്നെ നോക്കിയിട്ടില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യണം, ഓനെ നോക്കേണ്ട ആവശ്യമില്ല. ഓൻ എന്നെ ബഹുമാനിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യൂല, ഓനെ ബഹുമാനിക്കൂ. ഓനെന്നെ പരിഗണിച്ചിട്ടില്ല, അവിടുന്ന് ഒരു 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഓനെന്നെ കണ്ടിട്ടുണ്ടോ, ഒരു വർത്താനം പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ പറയാം. അല്ല, ഓൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പറയാൻ പാടുള്ളൂന്നുണ്ടോ? നമുക്ക് അല്ലെങ്കിൽ പോയി സംസാരിച്ചൂടെ, സലാം പറഞ്ഞൂടെ, അവന്റെ അവസ്ഥകൾ ചോദിച്ചൂടെ, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദീനിന്റെ ഭാഗമാണ്.
അള്ളാന്റെ തൃപ്തിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മുടെ മനസ്സിലുള്ളെങ്കിലോ അവൻ സംസാരിക്കട്ടെ സംസാരിക്കാതിരിക്കട്ടെ, അവൻ ചിരിക്കട്ടെ ചിരിക്കാതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ദീനിന്റെ സാഹോദര്യത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, കുടുംബത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബബന്ധത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധ ഉണ്ടാകണം. ഇടക്കിടക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വിളിക്കുകയെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. വിളിച്ചിട്ട് ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ ചോദിക്കണം. അവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെ ഒരു കുടുംബബന്ധം ചേർക്കുന്നവരാണ്. എല്ലാ ആളുകൾക്കും വിളിക്കും, ചോദിക്കും, വിവരങ്ങൾ അറിയും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആദ്യം എന്തായിരിക്കും? അവരുടെ മനസ്സിലുള്ള വിഷമം എത്രയായിരിക്കും? അവരൊന്നുമില്ല എങ്കിൽ എത്ര കാലം പിന്നിട്ടാലും നമ്മളെ കുറിച്ച് ഓർക്കും. എപ്പോഴും തയ്യാറുണ്ടായിരുന്നു, അദ്ദേഹം വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. പ്രത്യേകിച്ചും തൗഹീദുള്ള നമ്മളെ പോലുള്ള ആളുകൾ എന്തായാലും എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ വളരെ വലിയ സൂക്ഷ്മത പുലർത്താം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ടാകും. അപ്പൊ അവർക്ക് നമ്മുടെ സ്വഭാവം കണ്ടിട്ട് എന്ത് ചെയ്യണം? അവർ മാറണം. പറഞ്ഞു വന്നത് കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എത്രത്തോളം ശ്രദ്ധ അതിൽ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഏഴാമതായി, ആളുകളെ സഹായിക്കുന്ന ഒരു ശീലം ഷെയ്ഖ് ഇബ്നു ബാസിന് ഉണ്ടായിരുന്നു. ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ഏറെ തൽപരനായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് ഒരുപാട് സംഭവങ്ങൾ അത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് കോസോവോയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മകൾക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഷെയ്ഖ് ഇബ്നു ബാസ് മരിച്ച സന്ദർഭം, മരിച്ചതിന് ശേഷം വിളിച്ചിട്ട് അനുശോചനം അറിയിക്കാൻ. അപ്പൊ മകൾ അത്ഭുതപ്പെട്ടു. കാരണം അത്രയും ദൂര പ്രദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കാൻ. അപ്പൊ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഷെയ്ഖിനെ പരിചയം, ഉപ്പയെ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നത്, ഉപ്പയെ എങ്ങനെയാണ് എനിക്ക് അറിയാതിരിക്കുക? ഇത്രയും കാലം എനിക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു തന്നത് നിങ്ങളുടെ ഉപ്പയാണെന്ന്. ഇതറിയുന്നത് എപ്പോഴാണ്? സ്വന്തം മകൾക്ക് അറിയുന്നത് മരണപ്പെട്ടതിന് ശേഷം. അതാണ് ഉലമാക്കൾ പറയാറുള്ളത്, മരിച്ചു പോകുന്ന ദുനിയാവിൽ മരിക്കാത്ത നന്മകൾ എന്ത് ചെയ്യണം? നമുക്ക് ബാക്കി വെച്ച് പോകാൻ സാധിക്കണം എന്ന് പറയുന്നത്. ഒരു വികലാംഗയായ സ്ത്രീയെ കുറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സദസ്സിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന പ്രശ്നമുണ്ട്, ആ സ്ത്രീക്ക് നോക്കാൻ ആരുമില്ല, ഒറ്റക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് അവിടെയുള്ള വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാളെ ഈ സ്ത്രീക്ക് വേണ്ടി എനിക്ക് തേടിത്തരണം. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, എന്റെ ചെലവിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ സ്ത്രീയെ ശുശ്രൂഷിക്കുന്ന സ്ത്രീക്ക് ഞാൻ പൈസ കൊടുക്കാം. എന്ത് ചെയ്യണം? ഒരാളെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള പൈസ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നുള്ള പൈസ അദ്ദേഹം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള വിസാറയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത മാസം എനിക്ക് തരാനുള്ളതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ വികലാംഗയായ സ്ത്രീയെ സഹായിച്ചു. അതുകൊണ്ട് സഹായിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം. ചോദിച്ചു വരുന്ന ഒരാളെ എന്ത് ചെയ്യണ്ട? നമ്മൾ ആട്ടിപ്പായിപ്പിക്കണ്ട എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ചിലപ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളായിരിക്കാം. എന്നാൽ പോലും എന്തെങ്കിലും കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പറയണം, നിങ്ങൾ എന്ത് ചെയ്യണ്ട, കബളിപ്പിക്കണ്ട, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ ഇങ്ങനെ കബളിപ്പിച്ചിട്ട് എന്ത് ചെയ്യരുത്, വാങ്ങരുത് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യുന്ന ചോദിച്ചെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് മോശമാക്കി. അങ്ങനെ വരുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടാണ് വരുന്നത്, വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചില ആളുകൾ ആ വഴി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സഹായ മനോഭാവം നമുക്ക് അധികമായിട്ടുണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കുന്ന ഒരു സ്വഭാവം അത് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. മറ്റൊരിക്കൽ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത്, ഷെയ്ഖിന്റെ മനപ്പാടവും അതേപോലെ തന്നെ അറിവിന്റെ വിഷയത്തിലുള്ള ആഴവും അങ്ങേയറ്റായിരുന്നു. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഷെയ്ഖിന്റെ അടുക്കൽ 2 കിതാബുണ്ട്, ഹദീസിന്റെ 2 കിതാബുണ്ട്, സുനനു ദാരിമിയും അതേപോലെ തന്നെ സുനനു ദാറഖുത്നിയും. 2 കിതാബിന്റെ ഫോട്ടോ കോപ്പി ഉണ്ട്. എന്നിട്ട് വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ ദാറഖുത്നിയിൽ നിന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വായിച്ചു. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, ഇതെന്തല്ല, ഇത് ദാറഖുത്നി ഉദ്ധരിച്ച റിപ്പോർട്ടർമാരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥിക്ക് സംശയം, കാരണം 2 റിപ്പോർട്ടുകളുണ്ട്, അതിൽ ഒന്ന് നോക്കിയിട്ടാണ് വായിച്ചത്. എന്നിട്ട് വിദ്യാർത്ഥി പരിശോധിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതെന്തല്ല, ദാറഖുത്നി അല്ല, അത് ദാരിമി, സുനനു ദാരിമി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബായിരുന്നു.
അതേപോലെ തന്നെ അമുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിടാറുണ്ട്. അങ്ങനെ ഒരാളുടെ വിഷയം ഷെയ്ഖിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ, ഒരു ഫിലിപ്പീൻകാരനാണ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയില്ല, എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്നുമില്ല, ഒരു പണവുമില്ല. അതിനെ കത്തെഴുതാണ്. ആർക്കാ കത്തെഴുതുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസ് കത്തെഴുതാണ്. അദ്ദേഹം എന്നിട്ട് പറയാം, നിങ്ങളല്ലാതെ എന്നെ ഇവിടെ ആരും രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിന് കത്തെഴുതിയില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായവും അദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളത്. അതാണ് സ്വഭാവത്തിന്റെ മഹിമ, പണ്ഡിതന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ്. ആ വ്യക്തി ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതായത് ദീനിനെ സേവിക്കുക, അദ്ദേഹത്തിന് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, എത്ര ആളുകളെ നമുക്കൊക്കെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത്. ഇല്ല എങ്കിൽ പോലും ഉള്ളത് വെച്ച് എത്ര ആളുകളെ നമ്മൾ സഹായിച്ചു എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഉള്ളത് വെച്ച് നമ്മൾ എത്ര സഹായിച്ചു. അതുകൊണ്ട് ദീനിന്റെ വിഷയം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദീനിന്റെ സൗന്ദര്യം അതിമനോഹരവും, എന്നാൽ നമ്മൾ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയതും പഠിച്ചതും എന്നാൽ പ്രവർത്തിക്കുന്നതും വേറൊരു രൂപത്തിലാണ്. എന്നാൽ ഈ രൂപത്തിൽ ദീനിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഈമാൻ ഉള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷം നമുക്കുണ്ടാകും, വല്ലാത്തൊരു ആഹ്ലാദവും വല്ലാത്തൊരു സമാധാനവും നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മറ്റൊരു വിഷയം, വിനയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം അതിമഹത്തരമായ ഉദാഹരണം. എപ്പോഴും ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട ഗുണമാണ് വിനയം എന്ന് പറഞ്ഞ്. എന്നാൽ ഒരു പണ്ഡിതനെ നിർബന്ധമായി ഉണ്ടാക്കുക. പണ്ഡിതൻ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കിബർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക കിബറിന്റെ വിഷയത്തിലാണ്. വല്ലാത്ത പരീക്ഷണമായിരിക്കും. കാരണം അറിവുണ്ടാകും, സ്വാഭാവികമായിട്ടും അറിവുണ്ടാകുമ്പോൾ അറിവ് എന്നത് ഒരു മനുഷ്യനെ ഉയർത്തുന്ന വിഷയമാണ്. ഒരു മനുഷ്യനെ ഉയർത്തും. ആ ഉയർച്ച ഉണ്ടാകുമ്പോൾ അതോടുകൂടി എന്ത് വരും? കിബർ വരുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയാണ് എന്ത് പറയുന്നത്? കിബറിന്റെ അണുമണി തൂക്കുണ്ടായാലും എന്ത് ചെയ്യൂല? നരകത്ത് പ്രവേശിക്കൂല എന്ന് പറയുന്നത്, സ്വർഗത്തില് പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കവിത രചിച്ചിട്ടുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള കവിതയാണ്, ഞാൻ പാടിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും കവിത രചിക്കുമ്പോൾ ഭയങ്കര എന്ത് ചെയ്യും? നല്ല വിശേഷിപ്പിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മളോടാണ് അത് ചോദിച്ചിരുന്നെങ്കിലോ പാടിക്കോന്ന് പറയുന്നത് മാത്രമല്ല, നമ്മളെന്ത് ചെയ്യും? ചിലപ്പോൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് വരെ നമ്മളോട് കണ്ടില്ല, എന്നെ കുറിച്ച് കവിത പാടിയത് കണ്ടില്ലേ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. ഇനി ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യും, എന്നെ കുറിച്ച് നിനക്കൊരു കവിത എഴുതാൻ പറ്റുമെന്ന് എന്ത് ചെയ്യും? ഓനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഓനോട് ചോദിക്കുന്ന അവസ്ഥ. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാല്, മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും എന്ത് ചെയ്യും? നീ ചെയ്യും. മൊത്തം മുസ്ലിം ഉമ്മത്തിന് ഉപകാരമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, അത് ചെയ്തോണ്ട് എന്ത് ചെയ്യണ്ട, നീ പാടണ്ട എന്ന് പറഞ്ഞു. അതാണ് അൽ ഉലമാ, ഉലമാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഉലമാക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഉലമാക്കളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീനിന് വല്ലാത്ത ഉറപ്പുണ്ടാകും, നമ്മുടെ ദീനിന് വല്ലാത്ത സൗന്ദര്യം ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ റാഹത്തായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നിട്ട് ഷെയ്ഖിന്റെ വിദ്യാർത്ഥികൾ അവരുടെ നിർബന്ധപ്രകാരം ചെയ്തു ആ കവിത ചൊല്ലിയെന്ന്. അവർ പറഞ്ഞു പാടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾ നിർബന്ധിപ്പിക്കും. അങ്ങനെ പാടിയെന്ന്, അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഷെയ്ഖ് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മുൻഗാമികളായ ഉലമാക്കളെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും താബിഈങ്ങളെ കുറിച്ചും അതിലുപരി നമ്മളേറെ സ്നേഹിക്കേണ്ട നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ ചരിത്രത്തിലൂടെ ചെയ്യാൻ പറ്റണം, നമുക്ക് കടന്നു പോകാൻ പറ്റണം. അത്രയും ഉന്നതമായ ഉദാത്തമായ ഒരു തെറ്റ് പോലും, സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഒരു ന്യൂനത പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത വിധം അത്രയും പെർഫെക്റ്റായ ജീവിതം കാഴ്ചവെച്ച ആ റസൂലിന്റെ ജീവിതം ആത്മാർത്ഥമായിട്ട് ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണം. കഴിഞ്ഞു പോയ ഉലമാക്കളുടെ സ്വഭാവം ഇത്രയും ഉന്നതമാണെങ്കിൽ, അവിടെയാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് ഒരു അമുസ്ലിമായ വ്യക്തി പറഞ്ഞത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിനോട് സംസാരിക്കുകയും അദ്ദേഹത്തോട് അടുത്തിടപഴകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാം, ഇബ്നു ബാസിന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ റസൂലിന്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റണം? അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പറയാൻ പറ്റും. ഇനിയും ഒരുപാട് പാഠങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വറാഇനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സുഹൂദിനെ കുറിച്ചും
ഇത് കടലിൽ നിന്ന് വളരെ ഒരു ചെറിയ തുള്ളി മാത്രമേ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളൂ. ഇടക്കിടക്ക് ഇങ്ങനെയുള്ള സദസ്സുകൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈമാനികപരമായ ഒരു മുന്നേറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സദസ്സുകൾ ഇനിയും സംഘടിപ്പിക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം പറഞ്ഞുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് ഉൽവാസിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് 25ഓളം ആളുകൾ വന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഫത്വ ചോദിക്കുകയും ചോദ്യം ചോദിക്കുകയും സലാം പറയാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്തു, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു. എല്ലാവരുടെയും ആവശ്യങ്ങൾ ആ അവസാന സന്ദർഭത്തിൽ പോലും ദീന് പ്രബോധനം ചെയ്ത് ദീൻ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് മരണപ്പെട്ടിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകൾ പരിഗണിക്കുക അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല അവസാനം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ മൻ ആശ അലാ ശൈഇൻ മാത അലൈഹി, ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെയാണ് മരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ മാധുര്യവും ഇസ്ലാമിന്റെ സൗന്ദര്യവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ സുന്ദരമായ ജീവിതം കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.